ടോട്ടലി ഇതിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഈ ഒരു 2-2.5 വർഷമായിട്ട് എൻജോയ് ചെയ്തു. 2.5 വർഷം എന്ന് പറയുന്നത് എനിക്കും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം ഇന്നലെ ഇത് എന്താ പറയുക റിവീൽ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്. വെൽക്കം ബാക്ക് ടു ട്രാക്ഷൻ 4. ഇന്ന് നമ്മളോടത്തുള്ളത് RC ആണ്. ഇന്ന് അത്ര സന്തോഷമുള്ളൊരു വീഡിയോ അല്ല. എന്നും ഞാൻ ചെയ്യുന്ന പോലത്തെ ഒരു റിവ്യൂയോ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയോ അങ്ങനെയൊന്നുമല്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് സംസാരിക്കണം, നിങ്ങളടുത്ത് ഷെയർ ചെയ്യണം, അത്രയേ ഉള്ളൂ. സത്യത്തിൽ ഞാനും കുറേയൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ട സെയിം പരിപാടി തന്നെയാണ്. നമ്മുടെ ട്രാക്ഷൻ 4 ഫാമിലിയിൽ നിന്ന് ഒരു മെമ്പർ വിട്ടു പിരിയാനുള്ള സമയം ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഏകദേശം ആയിരുന്നു, കാരണം ഞാൻ തറപ്പിച്ചൊന്നും പറയുന്നില്ല. കാരണം ഞാനും കൺഫ്യൂസ്ഡ് ആണ്. നമ്മുടെ RC സെയിൽ ചെയ്യാനുള്ളൊരു പ്ലാനിൽ ഏകദേശം എത്തി നിൽക്കുവാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ തന്നെ തറപ്പിക്കുന്നൊന്നുമില്ല. കാരണം എൻ്റെ മൈൻഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല. അപ്പോൾ വണ്ടി സെയിൽ ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ എൻ്റെ മനസ്സിൽ വന്നിട്ട് കുറേ കാലമായി. സത്യമായിട്ട് നിങ്ങളടുത്ത് പറയാതിരുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈ ബൈക്ക് എടുത്തിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഈ ബൈക്ക് കുറേയൊക്കെ കഴിയുമ്പോഴേക്ക് വിൽക്കും. എന്തായാലും ഞാൻ കൈ കൊണ്ട് നടക്കാൻ പോകുന്നില്ല. പക്ഷേ ആ വിൽക്കണം എന്നുള്ളൊരു ഫീല് സത്യത്തിൽ എപ്പോൾ കൂടി വരുമോ അപ്പോൾ ഇത് വിൽക്കാം എന്നുള്ളൊരു പ്ലാനായിരുന്നു. ആ ഒരു ഫീല് സത്യം പറഞ്ഞാൽ വിൽക്കണ്ട എന്നുള്ളൊരു ഫീല് ഒരു 80%, വിൽക്കണം എന്നുള്ളൊരു ഫീൽ ഒരു 20% അങ്ങനെയാണ് നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു 60% വിൽക്കണം എന്നും ഒരു 40% കുഴപ്പമില്ല ഇരുന്നോട്ടെ എന്നുള്ളൊരു ഫീലാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്നെ ഇൻസ്റ്റയിലായിരുന്നാലും യൂട്യൂബിലായിരുന്നാലും ഈ ബൈക്കിനെയും എന്നെയും കാണാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഈ ബൈക്ക് എടുക്കാൻ പോയ അന്ന് തൊട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ നിങ്ങൾ കാണുന്നതാണ്. അപ്പോൾ ഇതും ഞാൻ ഉറപ്പായിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. പക്ഷേ ഈ വീഡിയോയ്ക്കകത്ത് ഞാനിതിൻ്റെ പ്രൈസോ അങ്ങനെയൊന്നും പറയുന്നില്ല. കാരണം ഞാൻ അതൊന്നും പ്രോപ്പറായിട്ട് തീരുമാനിച്ചിട്ടൊന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ തീരുമാനം മാറോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. അപ്പോൾ കാരണം അതുകൊണ്ടാണ് ഞാനിത് ഈ രീതിയിൽ തന്നെ നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഓക്കെ, സെയിൽ ചെയ്യാം, നല്ലൊരു ബയർ വന്നാൽ കൊടുക്കാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങളെല്ലാം പറയാം. ഭയങ്കര വെയിലാണ്, നമുക്ക് ഓടിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കാം. എനിക്കെപ്പോഴും ഇത് ഓടിക്കണം എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ചിലപ്പോൾ ഇനി കുറച്ച് കാലം കൂടെ ഇത് ഓടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഓടിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം പറയാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തന്നെ പറയാം. വണ്ടിയുടെ കണ്ടീഷൻ ഇപ്പോൾ കുറച്ചൊക്കെ എനിക്ക് നേരെയാക്കി എടുക്കാനുണ്ട്. മീറ്ററൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മീറ്റർ അടിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ശരിയാക്കണം. പിന്നെ സർവീസ് ആയിട്ടിരിക്കുകയാണ്, അപ്പോൾ സർവീസ് ചെയ്യണം. ഇനിയിപ്പോൾ ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ ശരിയാക്കിക്കൊണ്ട് മാത്രമേ കൊടുക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഉടനെ അപ്ഡേഷനായിട്ട് മുന്നോട്ട് കാണിച്ചു തരാം എന്തൊക്കെ ചെയ്യും എന്നുള്ളത്. അപ്പോൾ നമുക്ക് കാര്യത്തിലൂടെ തന്നെ പോവാം. വണ്ടി കൊടുക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് നിലവിലെ എൻ്റെ തീരുമാനം. എന്താണെന്ന് വെച്ചാൽ ഒരു ഫീലിങ്സ് ഉണ്ട് ബൈക്കുമായിട്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അവരവരുടെ വണ്ടിയുമായിട്ടൊക്കെ ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു അറ്റാച്ച്മെൻറ്റാണ് എന്നെ അൺസ്റ്റേബിൾ ആക്കിക്കൊണ്ടിരിക്കുന്നത്. രാത്രി കിടക്കാൻ നേരം തോന്നും കൊടുക്കണ്ട എന്നുള്ള രീതിക്ക്, പിന്നെ തോന്നും രാവിലെ ആകുമ്പോൾ തോന്നും ഓക്കെ കൊടുക്കാം എന്നുള്ള രീതിക്ക്, അങ്ങനെയൊക്കെ ചാഞ്ചലിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളെല്ലാം പറയാം. കഴിഞ്ഞൊരു 2.5 വർഷമായിട്ട് ഇത് എൻ്റെ കൂടെ ഉണ്ട്. പഴയ ബൈക്കാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. BS3 എന്ന് പറയുന്നത് പഴയത് എന്നതിനപ്പുറത്തേക്ക് KTM-ന് ഏറ്റവും കൂടുതൽ പണികൾ വരുന്ന കംപ്ലയിൻസുകൾ വന്നുകൊണ്ടിരുന്ന ഒരു മോഡലാണ് KTM RC 390 BS3 അല്ലെങ്കിൽ ഡ്യൂക്ക് 390 BS3 ഒക്കെ. അപ്പോൾ എൻ്റെ ഭാഗ്യത്തിന്, അത് ഭാഗ്യം എന്ന് തന്നെ ഞാൻ പറയും, ഭാഗ്യത്തിന് ഈ കഴിഞ്ഞ 2.5 വർഷമായിട്ട് മേജറായിട്ടുള്ള വലിയ പണികളൊന്നും വന്നിട്ടില്ല എനിക്ക്. നമ്മൾ അത്യാവശ്യം ഹാപ്പി ആയിട്ട് ഞാനും ബൈക്കും ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അല്ലറ ചില്ലറ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ വരും. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ഓയിൽ സീൽ പൊട്ടിക്കിടക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ട്രിപ്പ് പോയപ്പോൾ ഒരു ഹമ്പ് ചാടിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില്ലറ കാര്യങ്ങളല്ലാതെ ഒരു ഭയങ്കരമായ രീതിക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു അവസ്ഥയിലോട്ടൊന്നും കാര്യങ്ങൾ പോയിട്ടില്ല. ആക്സിഡൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കുറേ വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഈ ബൈക്ക് കാരണം ഉണ്ടായിട്ടില്ല. പിന്നെയും എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തൊട്ട് തന്നെ പറയേണ്ടി വരും. ഞാൻ ഈ ബൈക്ക് എടുത്ത സമയത്ത് എനിക്കറിയായിരുന്നു ഞാനിത് ഒരു ദിവസം കൊടുക്കാൻ തന്നെയാണ് ചാൻസ് എന്നുള്ളത്. ഞാൻ ആരുടെടുത്തും പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ ഒരു ഡേ ഇത് കൊടുക്കും എന്നുള്ളത്. കാരണം ഞാൻ ആ സമയത്ത് എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആ സമയത്ത് ഇത് എന്തുകൊണ്ടാണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് RC 390 BS3 അടുത്തുള്ളൊരു സ്നേഹം കൊണ്ട് എടുത്തതാണ്. ഈവൻ എനിക്ക് അന്ന് BS4 എടുക്കാനും പറ്റുമായിരുന്നു. പക്ഷേ ഞാൻ BS3 എടുക്കുന്നുണ്ടെങ്കിൽ BS3 എന്നുള്ളൊരു ഫീലായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ബൈക്കിൻ്റെ ഒരു റൈഡിങ് സ്റ്റൈലും ഈ ബൈക്കിൻ്റെ ഒരു പർപ്പസും എനിക്ക് യോജിക്കുന്ന ലെവലിലേക്കുള്ളതല്ല.
കാരണം ഇതൊരു ട്രാക്ക് ബൈക്ക് പോലത്തെ ഒരു ബൈക്കാണ്. അപ്പോൾ എനിക്ക് ടൂറിംഗ് ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഒരു സ്പോർട്സ് ടൂററാണ് എടുക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയൊന്നും പോവാതെ ഞാൻ ഈ ബൈക്കിലേക്ക് പോയത് ഒറ്റ കാര്യം കൊണ്ടാണ്. എൻ്റെ ഒരു സമയത്തെ ഒരു ഡ്രീം അച്ചീവ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. അതായത് ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് എനിക്ക് വാങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ബൈക്കാണ് RC390 BS3 എന്ന് പറയുന്നത്. അപ്പോൾ അത് അന്ന് നടന്നില്ല. ഈ ബൈക്ക് എടുക്കാൻ ഒരു പ്ലാനും ഇല്ലാതിരുന്നപ്പോൾ പെട്ടെന്നൊരു നല്ല ബൈക്ക് കണ്ടു. അധികം ഓണർഷിപ്പൊന്നും ഇല്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലാന്ന് തോന്നിയൊരു ബൈക്ക് കണ്ടു, ഇഷ്ടപ്പെട്ടു, പൈസ കൊടുത്തു, വണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കറിയാം ഈ ഒരു റഷ് ഫീലും കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ഞാൻ മടുക്കുന്ന ഒരു ടൈം ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ ഈ ബൈക്ക് വിൽക്കുമായിരിക്കും എന്നുള്ളൊരു തോന്നലാണ് അന്നുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ആ ഒരു ടൈം ആയി. ഇപ്പോഴല്ല, കുറേ നാളായിട്ടായി. പിന്നെ അറിയാമല്ലോ, ഇത് പഴയ ഒരു ബൈക്കാണ്. അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യണം. മെയിൻറ്റെയിൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പണി കൂടെയുള്ളൂ. അപ്പോൾ എന്ത് വന്നാലും, എൻജിൻ പണി വന്നാലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയേ പറ്റുള്ളൂ. അങ്ങനെ ഒരു കൺസെപ്റ്റിൽ മാത്രമേ ഈ ബൈക്കിൻ്റെ അടുത്തൊക്കെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഞാനിത് യൂസും കുറഞ്ഞു, ഉപയോഗിക്കുന്നില്ല, വെറുതെ വീട്ടിലിരിപ്പാണ് വണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാം, അവരുടെ ഇഷ്ടത്തിന് അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഹാപ്പി ആയിട്ട് കൊണ്ടുപോട്ടെ എന്നുള്ളൊരു പ്ലാനാണ്. ഒരു ഡീലർഷിപ്പിന് ഞാൻ കൊടുക്കാനുള്ളൊരു പ്ലാൻ ഇല്ല ഇപ്പോൾ നിലവിൽ. അതായത് വണ്ടി എടുത്ത് മറിച്ച് വിൽക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഓണർ വരുന്നുണ്ടെങ്കിൽ ഓക്കെ, നല്ലൊരാൾ വരുന്നുണ്ടെങ്കിൽ ഓക്കെ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഞാൻ വണ്ടിയെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം വേറൊരു വീഡിയോയിൽ ചെയ്യാം, എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ, ഞാൻ ആ ഒരു കറക്റ്റ് ഓക്കെ ഇത് വിൽക്കാം, എന്ത് വന്നാലും ഇത് വിൽക്കാം എന്നുള്ളൊരു പോയിന്റിൽ ഇപ്പോഴും എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും ഇങ്ങനെ പറയാത്തത്, പ്രൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാത്തത്. അപ്പോൾ ആ ഒരു ടൈം എത്തട്ടെ, എന്നിട്ട് ഞാൻ എല്ലാം പറയാം. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിലവിൽ എന്തായാലും ഇപ്പോൾ ഈ വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് കൊടുക്കാൻ തന്നെയാണ് പ്ലാൻ ഉള്ളത്. അപ്പോൾ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, ഓഫ് കോഴ്സ് ഉണ്ട്, എവിടെയൊക്കെയൊക്കെയോ ഉണ്ട്. പക്ഷേ ഓക്കെ, നമുക്ക് ചില സമയങ്ങളിൽ എന്തിനാണ് നമ്മുടെ കയ്യിലിരുന്ന് വെറുതെ ഇരിക്കുന്നതിനെക്കാട്ടി നല്ലത് ആരെങ്കിലും ഉപയോഗിക്കുന്നതാണ്. ഈ ബൈക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി ഇഷ്യൂസ്, റെഗുലേറ്റർ ഇഷ്യൂസൊക്കെ വരും നമ്മൾ വെറുതെ വെച്ചിരുന്നാൽ. അപ്പോൾ ആരെങ്കിലുമൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ എടുത്ത് ഉപയോഗിക്കട്ടെ എന്നുള്ളതാണ്. പിന്നെ എൻ്റെ വണ്ടി സ്റ്റോക്കാണ്, ഞാൻ അധികം ഒരു പരിപാടിയും വണ്ടിയിൽ ചെയ്യാത്ത ഒരാളാണ്, മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കണം, ആ ഒരു ഐശ്വര്യത്തിൽ അങ്ങനെ തന്നെ ഇരിക്കണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ ബൈക്കിനെ ഇങ്ങനെ തന്നെ നിലനിർത്തി പോകുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് ടോട്ടലി ഈ വീഡിയോയിൽ പറയാനുള്ളത്. ഇങ്ങനൊരു കാര്യമുണ്ട് എൻ്റെ മനസ്സിൽ, വിൽക്കണം എന്നുള്ളൊരു ഫീലുണ്ട് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് പറയണം എന്നെനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഉടനെ തന്നെ ഇതിൻ്റെ സെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ ഒരു പോയിന്റിൽ നിന്ന് ഓക്കെ ഇത് വിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ഉറപ്പിലേക്ക് വരാൻ തന്നെയാണ് ചാൻസ്. അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പിലേക്ക് വന്നാൽ ഉറപ്പായിട്ടും ഉടനെ തന്നെ ഇതിൻ്റെ സെയിൽസും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അതിന് മുഖേനയായിട്ട് ഇതിൻ്റെ സർവീസ്, ഇതിന് പെൻഡിങ് വർക്ക്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഉടനെ തന്നെ തീർക്കുന്നതായിരിക്കും. അതിപ്പോൾ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും തീർത്തേ പറ്റും. അതുകൊണ്ട് തന്നെ ഞാനത് തീർക്കുന്നതായിരിക്കും. അതിനുശേഷം ഞാൻ എന്തായാലും ഒരു കറക്റ്റ് ഒരു തീരുമാനത്തിൽ പറയാം ഇത് സെയിൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഈ ബൈക്കിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും എല്ലാ എൻജോയ്മെൻറ്റും ആയി. നിങ്ങൾക്കറിയാം, ഞാൻ ഒരുപാട് സ്പീഡിന് പോകുന്ന, ഭയങ്കരമായിട്ട് റഫ് യൂസ് ചെയ്യുന്ന അങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് എൻ്റെ സ്പീഡൊക്കെ അറിയാം, ഞാൻ ഒരുപാട് ഓവർ സ്പീഡ് കയറാത്ത ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട്. ഞാൻ വളരെ ലോലമായിട്ട് ഓടിക്കുന്ന ഒരു ബൈക്കാണ്. അപ്പോൾ എന്താ പറയുക, ഞാനിതിന് ടോട്ടലി ഇതിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഈ ഒരു 2-2.5 വർഷമായിട്ട് എൻജോയ് ചെയ്തു. 2.5 വർഷം എന്ന് പറയുന്നത് എനിക്കും സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം ഇന്നലെ ഇത് എന്താ പറയുക റിവീൽ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത്. ഇത്രയും കാലം അങ്ങ് പോയി എന്നുള്ളത്. 2.5 അല്ല, ആക്ച്വലി 2.25 ഒരു ഒക്ടോബറിലാണ് ഞാൻ ഈ ബൈക്ക് എടുക്കുന്നത്, 22 സംതിങ്. അപ്പോൾ ഒരു 3 വർഷം അടുപ്പിച്ചായി ഏകദേശം. അപ്പോൾ എന്ത് പറയാൻ, പെട്ടെന്ന് പോയ പോലെയാണ് തോന്നുന്നത്. എനിക്ക് ഇത് സെയിൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്കും സത്യം പറഞ്ഞാൽ അയ്യോ എന്നുള്ളൊരു ഫീലുണ്ട്. ദൈവമേ പോവുകയാണല്ലോ. ഇതിൻ്റെ മെയിൻ സംഭവം എന്താണെന്നറിയോ, നമ്മളൊരു BS3 ഇനി കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. നല്ല വണ്ടികൾ കിട്ടാനുള്ള ചാൻസ്. എൻ്റെ വണ്ടി ഭയങ്കര നല്ല വണ്ടിയൊന്നും ഞാൻ പറയില്ല. എനിവേ ഒരു BS3 പോയതാണ്. അപ്പോൾ ഞാനിത് എന്തായാലും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം. എൻ്റെ തലയിൽ ഈ തോട്ട് വന്നിട്ട് കുറേ നാളായി. പക്ഷെ ഒരു ഉറപ്പ് വരാതെ, അല്ലെങ്കിൽ ഒരു നല്ലൊരു ശതമാനം ഉറപ്പ് എത്താതെ നിങ്ങളുടെ അടുത്തും അത് ഷെയർ ചെയ്യാൻ തോന്നിയില്ല. അതുകൊണ്ടാണ് കുറച്ച് നാളായിട്ട് ഞാനത് പറയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏകദേശമൊക്കെ ഒരു ഉറപ്പ് വന്ന പോലെയായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഇത് ഷെയർ ചെയ്യുന്നത്. സോ എൻ്റെ ബൈക്ക് എടുത്ത അന്ന് തൊട്ട് ഇന്ന് വരെയും നിങ്ങൾ അതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ അറിയുന്നതാണ്. ഞാൻ ചെറിയ പണി വന്നാൽ പോലും ഞാൻ കൊണ്ട് പണി ചെയ്യുന്നതൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ
എന്താ പറയുക, നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അപ്ഡേഷൻ അറിയണം എന്നെനിക്ക് തോന്നി. ഇതിൻ്റെ ഒരു അപ്ഡേഷൻ എന്നല്ല പറയാനുള്ളത്, ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു തോട്ട് ഇപ്പോൾ ഒന്ന് എന്താ പറയുക ദൃഢമായി എന്നുള്ളത് നിങ്ങൾ അറിയണം എന്നെനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ വണ്ടി ഒന്ന് പണിയാൻ തീരുമാനിച്ചു. കാരണം വണ്ടി ഒന്ന് നീറ്റാക്കി എടുക്കണം. കുറച്ച് നാളായി ഇതിൻ്റെ സർവീസ് ഒന്ന് പെൻഡിങ് ആയി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ നോക്കണം. അപ്പോൾ അതെല്ലാം ഞാൻ ഇനി അങ്ങോട്ട് മുന്നോട്ട് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ആ ഒരു അപ്ഡേഷൻസ് എല്ലാം ഞാൻ എൻ്റെ യൂട്യൂബ് വഴിയും ഇൻസ്റ്റ വഴിയൊക്കെ നിങ്ങളെ അറിയിക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു ഫൈനൽ ഡിസിഷൻ എന്താണ്, നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പോഴും ഓക്കെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ തന്നെയാണ്, പക്ഷേ ഒരു 90%, ഒരു 80% നിൽക്കുവാണ്. ഒരു 20% വേണ്ടാന്ന് ചില സമയങ്ങളിൽ രാത്രിയിൽ തോന്നും. അപ്പോൾ അതുകൂടെ ഒന്ന് ദൃഢമായിട്ട് നമ്മൾ ആ ഒരു ഫുൾ തീരുമാനത്തിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എപ്പോഴും പറയുന്ന പോലെ അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു ബൈക്കിൻ്റെ കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ ട്രാക്ഷൻ 4. ബൈ.